ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ തനി നാടൻ 6 വരിക്ക ചക്ക ഇനങ്ങളെക്കുറിച്ചാണ്. ചക്ക ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല, വീട്ടിൽ നല്ലൊരു നാടൻ ചക്കമരം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. പക്ഷേ കേരളത്തിൽ ഇന്നും പഴയ തനിമയിൽ കിട്ടുന്ന നാടൻ വരിക്ക ചക്കകൾ ഏതൊക്കെയാണെന്ന് പലർക്കും അറിയില്ല. അതിനാലാണ് ഇന്ന് കേരളത്തിലെ 6 ബെസ്റ്റ് നാടൻ വരിക്ക ചക്കകളെ പരിചയപ്പെടുത്തുന്നത്. ഏതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്, വീട്ടിൽ വെക്കാൻ ഏതാണ് നല്ലത്, എല്ലാം ലളിതമായി നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായി പറയാൻ പോകുന്നതാണ് മുട്ടൻ വരിക്ക. കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു നാടൻ വരിക്ക ചക്കയാണ്. നല്ല കട്ടിയുള്ള ചുള, നല്ല മധുരം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ. പഴത്തിന് നല്ല ടേസ്റ്റും നാടൻ മണം ഉണ്ടാവും. ബ്രിക്സ് വാല്യൂ സാധാരണ 24 മുതൽ 30 വരെ വരുന്നതിനാൽ നല്ല മധുരമുള്ള ചക്കയാണ് ഇതറിയപ്പെടുന്നത്. അതുപോലെ മരത്തിൻ്റെ വളർച്ച മിതമായ രീതിയിലാണ്. അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന മരമാണെങ്കിലും പ്രൂണിങ് ചെയ്താൽ വീട്ടുവളപ്പിലൊക്കെ നന്നായി നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. സൈഡ് ബ്രാഞ്ചുകൾ നന്നായി വളരുന്ന നല്ലൊരു ബുഷി ഷേപ്പിൽ വളരുന്ന ഒരു ഡ്രീം കൂടിയാണ് ഈ മുട്ടൻ വരിക്ക. സ്ഥിരമായി കഴിക്കുന്ന സ്വഭാവമുള്ള വെറൈറ്റിയാണിത്. അതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും കാരണം വീട്ടാവശ്യത്തിനും ചെറിയ ഫാമുകൾക്കൊക്കെ വളരെ നല്ലൊരു തിരഞ്ഞെടുപ്പായി മുട്ടൻ വരിക്കയെ കണക്കാക്കാം. അത്യാവശ്യം സ്ഥല സൗകര്യം വീട്ടിലുള്ളവർക്കൊക്കെ ഈസിയായിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റിയ ഒരു നാടൻ വെറൈറ്റിയാണ് മുട്ടൻ വരിക്ക. രണ്ടാമത്തെ ഇനമാണ് തേൻ വരിക്ക. കേരളത്തിൽ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വരിക്ക ചക്ക വെറൈറ്റിയാണ് തേൻ വരിക്ക. പേര് പോലെ തന്നെ നല്ല തേൻ മധുരമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുളക്ക് നല്ല കട്ടിയും പഴത്തിന് നല്ല മണവും ടേസ്റ്റും ലഭിക്കും. ബ്രിക്സ് വാല്യൂ സാധാരണ 25 മുതൽ 30 വരെ എത്തുന്നതിനാൽ വളരെ മധുരമുള്ള ചക്കയായി ഇത് അറിയപ്പെടുന്നു. ഗ്രാഫ്റ്റഡ് മരത്തിൻ്റെ വളർച്ച മിതമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ വലുപ്പത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ലാത്തതിനാൽ വീട്ടുവളപ്പിൽ നട്ടു വളർത്താൻ നല്ലൊരു വെറൈറ്റിയാണ്. പ്രൂണിങ് ചെയ്താൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നിയന്ത്രിച്ച് വളർത്താനും പറ്റും. നല്ല രീതിയിൽ കായ്ക്കുന്ന സ്വഭാവമുള്ള മരമാണ് ഈ തേൻ വരിക്ക. പഴത്തിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും കാരണം വീട്ടാവശ്യത്തിനും ചെറിയ ഫാമുകൾക്കും ഏറ്റവും നല്ല നാടൻ വരിക്ക ചക്കകളിൽ ഒന്നായി തേൻ വരിക്കയെ തിരഞ്ഞെടുക്കാം. അടുത്ത മൂന്നാമത്തെ ഇനമാണ് സിന്ദൂർ വരിക്ക. നല്ല നിറവും മധുരവും കൊണ്ട് ശ്രദ്ധേയമായ ഒരു നാടൻ വരിക്ക ചക്ക വെറൈറ്റിയാണ് സിന്ദൂർ വരിക്ക. പഴുത്ത ചുളക്ക് ചെറിയ ഓറഞ്ച് കളറിൻ്റെ മഞ്ഞ നിറം ഉണ്ടാകുന്നതിനാണ് സിന്ദൂർ വരിക്ക എന്ന പേര് വന്നത്. ചുളക്ക് നല്ല കട്ടിയും കുറഞ്ഞ ചവിടിയും ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റും മണവും ഉള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ചക്കയാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രിക്സ് വാല്യൂ സാധാരണ 24 മുതൽ 29 വരെ എത്താറുണ്ട്. ചെമ്പരത്തി വരിക്കയിൽ നിന്ന് സെലക്ട് ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു മെച്ചപ്പെട്ട വെറൈറ്റിയാണ് സിന്ദൂർ വരിക്ക. അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന മരമാണെങ്കിലും പ്രൂൺ ചെയ്ത് വെച്ചാൽ വീട്ടുവളപ്പിൽ നന്നായി നിയന്ത്രിച്ച് വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. സൈഡ് ബ്രാഞ്ചൊക്കെ നന്നായി വളരുന്ന ടൈപ്പായതിനാൽ നല്ല ഷേപ്പിൽ വളരുകയും ചെയ്യും. സ്ഥിരമായി കായ്ക്കുന്ന സ്വഭാവമുള്ള വെറൈറ്റിയാണ്. അതേപോലെ തന്നെ പഴത്തിൻ്റെ നല്ല നിറവും ടേസ്റ്റും കാരണം വീട്ടാവശ്യത്തിനും ചെറിയ ഫാമുകൾക്കും സിന്ദൂർ വരിക്ക നല്ലൊരു ചോയ്സാണ്. അടുത്ത ഒരു നാടൻ ഇനമാണ് സിംഗപ്പൂർ വരിക്ക. പേര് കേട്ടാൽ വിദേശത്തു നിന്നുള്ളതാണെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ വളർത്തുന്ന ഒരു അതിമധുരമുള്ള നാടൻ ചക്കയാണ്. ഈ ചക്കയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കായയുടെ വലിപ്പം തന്നെയാണ്. നല്ല വലുതായ കായകൾ, മഞ്ഞ നിറത്തിലുള്ള മധുരമുള്ള പഴം, അതാണ് സിംഗപ്പൂർ വരിക്കയുടെ പ്രത്യേകതകൾ. കുരു കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ കഴിക്കാൻ കൂടുതൽ എളുപ്പമാണ്. നല്ലപോലെ പഴുത്താൽ അതിൻ്റെ മധുരം ഏകദേശം 20 മുതൽ 24 ബ്രിക്സ് വരെ പോകും. അതായത് ശരിക്കും ഒരു ഡെസേർട്ട് ലെവൽ സ്വീറ്റ് ടേസ്റ്റാണ്. മരത്തെക്കുറിച്ച് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാൽ വളരെ വേഗത്തിൽ വളരും. അതേപോലെ തന്നെ 3 വർഷം മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിച്ചു തുടങ്ങും. പെട്ടെന്ന് കായ പിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മരത്തിൻ്റെ സൈസ് ഒരു കോമ്പാക്റ്റ് ട്രീ ആയതിനാൽ ചെറിയ സ്ഥലത്തൊക്കെ വളർത്താനും പറ്റും. ചില സമയത്ത് മീഡിയം ടു ലാർജ് സൈസിലും വരാറുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റ്, നല്ല ഈൽഡ്, ഇതെല്ലാം കൂടിയ ഒരു പക്കാ നാടൻ ചക്ക വെറൈറ്റിയാണ് സിംഗപ്പൂർ വരിക്ക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നാടൻ ചക്ക വെറൈറ്റിയായ രുദ്രാക്ഷി വരിക്ക എന്ന ചക്കയെക്കുറിച്ചാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഈ ചക്ക വലുപ്പത്തിനും രുചിയിലും ഒരുപോലെ ശ്രദ്ധ നേടുന്ന ഒരു വെറൈറ്റിയാണ്. മരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് മീഡിയം മുതൽ വലിയ സൈസ് വരെ വളരുന്ന ഒരു ശക്തമായ ചക്കമരമാണ്. നല്ല സൂര്യപ്രകാശവും സ്ഥലവും കിട്ടിയാൽ 3 മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കും. കായയുടെ ഉള്ളിലെ മഞ്ഞ നിറത്തിലുള്ള പഴം നല്ല മധുരവും സുഗന്ധവും ഉള്ളതാണ്. ഏകദേശം 18 മുതൽ 23 ബ്രിക്സ് വരെ മധുരം കിട്ടുന്ന ഒരു വെറൈറ്റിയാണിത്. വീട്ടിൽ വെക്കാൻ വളരെ പറ്റുന്ന ഒരു ഇനമാണ്. പക്ഷേ നല്ല സ്പേസ് കെയറും കൊടുത്താൽ മാത്രമേ ഇത് ശരിയായി വളരുകയുള്ളൂ. അത്യാവശ്യം നല്ലവണ്ണം വളരുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഈ രുദ്രാക്ഷി വരിക്ക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ശക്തമായ നാടൻ ചക്ക വെറൈറ്റിയാണ് കടാരി വരിക്ക. കേരളത്തിലെ പല പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഈ ചക്ക അതിൻ്റെ ഉറച്ച പഴവും നല്ല രുചിയും കൊണ്ടാണ് പ്രശസ്തം. മരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് മീഡിയം മുതൽ വലിയ സൈസ് വരെ വളരുന്ന ഒരു ശക്തമായ ചക്കമരമാണ്. നല്ല മഴയും സൂര്യപ്രകാശവും കിട്ടിയാൽ വേഗത്തിൽ വളരുകയും 3 മുതൽ 5 വർഷത്തിനുള്ളിൽ കായ പിടിക്കുകയും ചെയ്യും. കായയുടെ ഉള്ളിലെ മഞ്ഞ നിറത്തിലുള്ള പഴം അതേപോലെ ഫേമായിട്ടും ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കും. ഏകദേശം 17 മുതൽ 22 ബ്രിക്സ് വരെ മധുരം കിട്ടുന്ന ഒരു ബാലൻസ്ഡ് ടേസ്റ്റി വെറൈറ്റിയാണിത്. വീട്ടിൽ വെക്കാൻ പറ്റും, പക്ഷേ നല്ല സ്ഥലവും
കെയറും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായി വളരൂ. അത്യാവശ്യം നന്നായി വളരുന്ന ഒരു ട്രീ ആണ്. ഇതുവരെ നമ്മൾ കണ്ടത് കേരളത്തിൽ വളരുന്ന ചില മികച്ച നാടൻ ചക്ക വെറൈറ്റികളാണ്. ഓരോ വെറൈറ്റിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചിലതിന് കൂടുതൽ മധുരം, ചിലത് നല്ല ഈൽഡ്, ചിലത് വീട്ടുവളപ്പിൽ വളർത്താൻ പറ്റുന്ന വിധം. ഏത് വെറൈറ്റി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്ഥലവും ആവശ്യവുമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരിയായ കെയറും സ്ഥലവും ഉണ്ടെങ്കിൽ ഈ എല്ലാ ചക്ക വെറൈറ്റികളും നമുക്ക് നല്ല ഒരു വരുമാനവും രുചിയും നൽകും.